ഫൈനലി ഹോണ്ട അവരുടെ പുതിയ മോട്ടോർ സൈക്കിൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. ഏകദേശം 10ഓളം പ്രൊഡക്റ്റുകൾ അവർ അൺവീൽ ചെയ്ത് കഴിഞ്ഞു. അതിലേതൊക്കെ മോഡൽസ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നുണ്ട്, എപ്പോഴാണ് ലോഞ്ച്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ബൈക്കുകളാണ് വരാൻ പോകുന്നത്. ശരിക്കും ഹോണ്ട ആണെങ്കിൽ ഇന്ത്യക്കാരോട് ചെയ്യുന്നൊരു രീതി ശരിക്കും പ്രത്യേകിച്ച് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ്. പല ബൈക്കുകളും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാറില്ല. അപ്പോൾ അവരുടെ കയ്യിലാണെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് അടിപൊളി മോട്ടോർ സൈക്കിൾ ഉണ്ടെങ്കിലും ഇന്ത്യയിലേക്കൊന്നും കൊണ്ടുവരാറില്ല. പക്ഷേ 2026 അവർ ഒരുപാട് മോട്ടോർ സൈക്കിൾ അൺവീൽ ചെയ്തിട്ടുണ്ട്. അതിലൊരുപാട് മോഡൽസ് ഇന്ത്യയിലേക്ക് ലോഞ്ച് കൺഫേം ആയിട്ടുണ്ട്. ഏതൊക്കെ മോഡൽസാണ് അവർ അൺവീൽ ചെയ്തത്, ഏതൊക്കെ മോട്ടോർ സൈക്കിൾ ഇന്ത്യയിൽ വരുന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അതിലൊന്നാമത്തെ മോഡൽ ഹോണ്ടയുടെ ADV 160 ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞൊരു മോഡലാണ് ADV 160. ഈ വണ്ടിയുടെ പേറ്റൻ്റൊക്കെ ഹോണ്ട കുറച്ച് മുമ്പേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഹോണ്ടയുടെ ഒരു അഡ്വഞ്ചർ സ്റ്റൈലിൽ വരുന്നൊരു സ്കൂട്ടറാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീറോ ഒരു സൂ 160 എന്ന് പറയുന്നൊരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം അതേ ടൈപ്പിൽ വരുന്നൊരു സ്കൂട്ടറാണ്. പക്ഷേ ഇത് ഹോണ്ടയുടെ ഒരു ഫസ്റ്റ് ഫ്ലെക്സിബിൾ മോഡലും കൂടിയാണ്. 85% എഥനോളിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡൽസാണ് ഇതൊക്കെ. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു മോഡലും കൂടിയാണ്. നമുക്ക് E85 വരെ എഥനോൾ വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല. ഇപ്പോൾ E20 ആണ്, ഇനി അങ്ങോട്ടേക്ക് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. 156cc ആയിട്ടുള്ള സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് വണ്ടിയിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. പവറിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ ഇപ്പം പുറത്ത് വിട്ട് കഴിഞ്ഞില്ല. ഏകദേശം ഒരു 15 അല്ലെങ്കിൽ 16 HP പവർ എക്സ്പെക്റ്റ് ചെയ്യാം. 8.1 ലിറ്ററാണ് വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക്. പിന്നെ സീറ്റിൻ്റെ അടിയിലാണെങ്കിൽ നല്ല സ്റ്റോറേജ് സ്പേസും ഉണ്ട്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ്, ഡുവൽ ചാനൽ ABSും പിന്നെ ഹോണ്ടയുടെ സെലക്റ്റീവ് ടോർക്ക് കൺട്രോളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ TFT ഡിസ്പ്ലേ, നാവിഗേഷൻ, കണക്ടിവിറ്റി ഫീച്ചേഴ്സൊക്കെ ഉണ്ടാവും. ഇന്ത്യൻ മോഡലാകുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വണ്ടിയിൽ ഉണ്ടാവും. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ വരുന്ന അതേ മോഡലായിരിക്കില്ല ഇന്ത്യയിൽ വരുന്നത്, ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. നിങ്ങളൊരു ഹോണ്ടയുടെ ഒരു ADV സ്കൂട്ടർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഉടൻ തന്നെ വണ്ടിയുടെ ലോഞ്ച് ഉണ്ടാവും. ഇതൊരു E85 മോഡൽ ആയതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലേക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. സെക്കൻഡ് മോഡൽ ഹോണ്ടയുടെ CB500 ആണ്. നമ്മുടെ CB350 പോലെ തന്നെ ഏകദേശം അതിൻ്റെ ഒരു ഡിസൈനിൽ വരുന്ന ഒരു 500cc മോട്ടോർ സൈക്കിളായിരിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇതൊരു സിംഗിൾ സിലിണ്ടർ ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ്, പാരലൽ ടിന്നല്ല. ഗ്ലോബൽ മാർക്കറ്റിൽ ഇതിൻ്റെ 500cc ആയിട്ടുള്ള പാരലൽ ടിന്നാണ്. പക്ഷേ ഇന്ത്യക്കാർക്ക് വേണ്ടി കൊണ്ടുവരുന്ന മോഡലാണ്, അതുകൊണ്ടാണ് അവർ എഞ്ചിനിൽ മാറ്റം വരുത്തിയത്. 501cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ്, ലിക്വിഡ് കൂൾ എഞ്ചിനല്ല വണ്ടിയിൽ. ഹോണ്ട ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഒരു ഹെറിറ്റേജ് ആയിട്ടുള്ള ഒരു റോഡ്സ്റ്റർ ബൈക്കായിട്ടാണ് കണക്കാക്കുന്നത്. ഫ്രണ്ടിൽ ഫുള്ളി LED ലൈറ്റാണ്, ബാക്കിലത്തെ ടെയിൽ സെക്ഷനും പിന്നെ റൗണ്ട് ഷേപ്പിലൊരു മീറ്റർ കൺസോളും വരുന്നുണ്ട്. ഏകദേശം ഹോണ്ടയുടെ CBRS ഒക്കെ പോലെയുള്ളൊരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. എഞ്ചിനിൽ നല്ല വ്യത്യാസം വരുന്നേ ഉള്ളൂ. പിന്നെ ഇത് സ്പോക്ക് വീലിലും അലോ വീലിലും വണ്ടി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ട്യൂബ്ലെസ് ടയർസ് ആയിരിക്കും രണ്ട് മോഡൽസിനും. വണ്ടി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അൺവീൽ ചെയ്തിട്ടേ ഉള്ളൂ. വണ്ടിയുടെ ലോഞ്ച് ഇൻഫർമേഷനൊക്കെ അടുത്ത ദിവസങ്ങൾ അറിയാൻ പറ്റും. മൂന്നാമത്തെ മോഡൽ ഹോണ്ടയുടെ റെബൽ 300 ആണ്. നമ്മൾ പല വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മോഡൽസാണ് റെബൽ 300. ഹോണ്ട റെബൽ 300ഉം 500ഉം ഇപ്പോൾ അൺവീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലേക്ക് കൂടുതൽ ചാൻസ് ഉള്ളത് റെബൽ 300 ആയിരിക്കും. ഈ ഒരു ബൈക്കിനെ കുറിച്ച് പറയലാണെങ്കിൽ ഇത് റോഡ് സ്റ്റാർ ടൈപ്പിലുള്ള ഒരു ബോബർ മോട്ടോർ സൈക്കിളാണ്. അതായത് ഹോണ്ടയുടെ CB300F, CB300Rനൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നൊരു മോഡലും കൂടിയാണ്. ഹോണ്ടയുടെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇതൊരു പുതിയ മോഡലാണ്. അപ്പോൾ ഇങ്ങനത്തെ ബൈക്കൊന്നും ഇന്ത്യയിലേക്ക് ഹോണ്ട കൊണ്ടുവന്നിട്ടില്ല. ഇതിൽ ഉപയോഗിക്കാൻ പോകുന്ന എഞ്ചിൻ ഹോണ്ടയുടെ CB300Rൽ ഉപയോഗിച്ച സെയിം എഞ്ചിൻ തന്നെയാണ്. 286cc ലിക്വിഡ് കൂൾ എഞ്ചിനായിരിക്കും. ആ വണ്ടിയുടെ പെർഫോമൻസും ടോർക്കൊക്കെ ആയിരിക്കും ഈ വണ്ടിയിൽ വരാൻ പോകുന്നത്. പക്ഷേ ട്യൂണിങ്ങിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. നല്ലൊരു ലോ എൻഡ് ടോർക്കും വണ്ടിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ഫുള്ളി LED ലൈറ്റ് ആയിരിക്കും. പിന്നെ ഡുവൽ ചാനൽ ABS, സ്ലിപ്പർ ക്ലച്ച്, പിന്നെ ഹോണ്ടയുടെ ട്രാക്ഷൻ കൺട്രോളൊക്കെ വണ്ടിക്ക് കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഹോണ്ട ഈ ഒരു മോട്ടോർ സൈക്കിളിൽ ക്ലച്ച് കൊടുക്കുന്ന കാര്യത്തിൽ കൺഫേം ആക്കിയിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഇൻപുട്ട് ഇല്ലാണ്ട് തന്നെ നമുക്ക് ട്രാഫിക്കിലൊക്കെ വണ്ടി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഹോണ്ടയുടെ റെബൽ 500 ആണ്. അതൊരു പാരലൽ ടിന്നായിരിക്കും. ആ വണ്ടി ചിലപ്പോൾ ഇന്ത്യയിൽ വരുള്ളൂ. അതിൻ്റെ കാര്യങ്ങളൊക്കെ കൺഫേം ആയിട്ട് വരുന്നേ ഉള്ളൂ. അതൊരു 471cc പാരലൽ ടിൻ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. ആ ഒരു മോട്ടോർ സൈക്കിളും ക്ലച്ച് കൺഫേം ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബൈക്കിൻ്റെ ലോഞ്ചിൻ്റെ കാര്യം ഇപ്പോൾ കൺഫേം അല്ല. ഇത് ചിലപ്പോൾ ഇന്ത്യയിലേക്ക് അവർ കൊണ്ടുവരുള്ളൂ. റെബൽ 500ഉം 300ഉം രണ്ടും ഒരുമിച്ച് വരാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. അടുത്ത ചെറിയൊരു അപ്ഡേറ്റ് ഹോണ്ടയുടെ CB350 ആണ്. ഈ ഒരു മോട്ടോർ സൈക്കിളിൽ ചെറിയൊരു അപ്ഡേറ്റഡ് മോഡൽ വരുന്നുണ്ട്. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് മെയിനായിട്ടുള്ള മാറ്റം കളേഴ്സിലാണ്. പുതിയ കളേഴ്സിലായിരിക്കും ഹോണ്ടയുടെ CBRS, ഹൈനസ് ഒക്കെ ഇനി വരാൻ പോകുന്നത്. കുറച്ചും കൂടി ഒരു പ്രീമിയം ടച്ചും കൂടി വണ്ടിയിൽ ഇൻവോൾവ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അഞ്ചാമത്തെ അപ്ഡേറ്റ് ഹോണ്ടയുടെ അഡ്വഞ്ചർ ബൈക്കാണ്. ഒരുപാട് പേർ കാത്തിരിക്കുന്നൊരു ബൈക്കാണ് ഹോണ്ടയുടെ ഒരു അഡ്വഞ്ചർ ബൈക്കിന് വേണ്ടിയിട്ട്. അതിപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഹോണ്ടയുടെ XR300ഉം XRൻ്റെ റാലി മോട്ടോർ സൈക്കിളാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. CRF ആണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് വിചാരിച്ചത്. പക്ഷേ ഹോണ്ട XRനെയാണ് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് കുറച്ചും കൂടി ഓഫ് റോഡിന് മാത്രമല്ല എല്ലാ ആവശ്യത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ബൈക്കാണ് വേണ്ടത്. അതുകൊണ്ടാണ് അവർ XR തിരഞ്ഞെടുക്കാൻ കാരണം. CRF കൊണ്ടുവന്ന പ്രോപ്പറായിട്ടുള്ള അഡ്വഞ്ചറായിട്ട് മാറും. ഏകദേശം ഒരു 100%ഓളം
അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിലേക്ക് ഒരു കണക്ഷൻ പോയേക്കാം. XR ആകുമ്പോൾ ഇന്ത്യയിലെ ആൾക്കാർക്ക് എല്ലാവർക്കും കണക്റ്റ് ആയിരിക്കും, എല്ലാ ആവശ്യത്തിനും യൂസ് ചെയ്യാനും പറ്റും, നമുക്കൊരു കമ്മ്യൂട്ടിങ്ങിനൊക്കെ യൂസ് ചെയ്യാനും പറ്റും. പക്ഷേ രണ്ടും ഒരേ DNA വരുന്ന ബൈക്ക് തന്നെയാണ്, ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. XR 300 നമുക്ക് റോഡിലും ഓഫ് റോഡിങ്ങിലും ടൂറിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. റാലിയിലേക്ക് വരുമ്പോൾ 100% ഓഫ് റോഡിങ്ങിന് മാച്ച് ആയിട്ടുള്ള മോഡലായിരിക്കും. അതിന് വേണ്ടിയിട്ട് വണ്ടിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും, സസ്പെൻഷൻ ട്രാവലിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു XR 300ഉം XRൻ്റെ റാലി മോഡലൊക്കെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ഇതിൽ ഉപയോഗിക്കാൻ പോകുന്ന എഞ്ചിൻ നേരത്തെ പറഞ്ഞ റബലിൻ്റെ എഞ്ചിനായിരിക്കും, അതായത് CB300Rൻ്റെ സെയിം എഞ്ചിൻ തന്നെയാണ്. പക്ഷേ ഇതൊരു ഓഫ് റോഡ് ബൈക്ക് ആകുമ്പോൾ അതിൻ്റെ എഞ്ചിൻ്റെ ട്യൂണിങ്ങിൽ വ്യത്യാസം വരുത്തണം, അത് ഹോണ്ട എന്തായാലും ചെയ്തിരിക്കും. പിന്നെ നല്ലൊരു ഓഫ് റോഡിന് ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു സസ്പെൻഷൻ ട്രാവലായിരിക്കും വണ്ടിക്ക്. ഫ്രണ്ടിൽ UST ഫോർക്ക് ആയിരിക്കും, ബാക്കിൽ പ്രോ ലിങ്ക് ആയിട്ടുള്ള മോണോ ഷോക്കാണ്. വണ്ടിയുടെ പാർട്സിലായാലും ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നല്ലൊരു ക്വാളിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. സ്പോക്ക് വീലാണ് വണ്ടി ഇറങ്ങാൻ പോകുന്നത്, നല്ല വലുപ്പത്തിലുള്ള ടയേഴ്സ് ആയിരിക്കും. പിന്നെ ഡുവൽ ചാനൽ ABSഉം സ്ലിപ്പർ ക്ലച്ചും ട്രാക്ഷൻ കൺട്രോളും സ്വിച്ചബിൾ ട്രാക്ഷൻ ആയിരിക്കും. പിന്നെ ഈ ഒരു മോഡലിന് അവർ ട്യൂബ്ലെസ് ടയേഴ്സും കൂടി കൊടുക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു മോട്ടോർ സൈക്കിളിനൊക്കെ ലോഞ്ച് 2026 അല്ലെങ്കിൽ 2027 നടക്കാൻ സാധ്യതയുള്ളത്. ചിലപ്പോൾ 2026 ഒരു പകുതിയോ അല്ലെങ്കിൽ ലാസ്റ്റിൽ തന്നെ ലോഞ്ച് ചെയ്തേക്കാം. ലോഞ്ച് ഡേറ്റ് ഉടൻ തന്നെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എല്ലാ മോട്ടോർ സൈക്കിളിലെ ലോഞ്ചിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും.